നവീൻ ബാബുവിൻ്റെ കേസ് അന്വേഷണം ഒരു DIGയുടെ നേതൃത്വത്തിൽ നടത്തിയാൽ മതി എന്ന് കേരള ഹൈക്കോടതി. 2014 ഓഗസ്റ്റ് 15 നവീൻ ബാബുവിൻ്റെ മരണം കേരളത്തെ ഞെട്ടിച്ചതാണ്. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബു അവിടെ നിന്ന് ട്രാൻസ്ഫറായി പത്തനംതിട്ട ജില്ലയിലേക്ക് വരികയാണ്. അവിടെ സെൻറ്റ് ഓഫ് കൊടുത്ത് അദ്ദേഹത്തിന് അയച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അദ്ദേഹം 8:50 ട്രെയിന് കയറാൻ ഇരുന്നതാണ്. പക്ഷേ ആ ട്രെയിന് കയറിയില്ല. ഭാര്യയും മക്കളുമൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ പോയി അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ കാത്തിരുന്നു. അദ്ദേഹം അവിടെ എത്തിയില്ല. അവർ റെയിൽവേയിലെ TTയെ വിളിച്ചു. ട്രെയിനിൽ കയറിയിട്ടില്ല, റിസർവ് ചെയ്ത ആളാണ്. അദ്ദേഹത്തിനെ രാവിലെ അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി നിൽക്കുന്നതായി കണ്ടെന്നാണ് പോലീസും പറയുന്നത്. അദ്ദേഹം അന്ന് സെൻറ്റ് ഓഫ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി തൻ്റെ ബാഗുമായിട്ട് 6 മണിയോടുകൂടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പം റെയിൽവേ സ്റ്റേഷന് തൊട്ട് ഇപ്പുറം അദ്ദേഹം ഇറങ്ങി. പിന്നെ വിവരമൊന്നുമില്ല. അടുത്ത ദിവസം ആൾ വീട്ടിൽ ചെന്നിട്ടില്ല എന്ന് ഭാര്യയുടെ അന്വേഷണത്തിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ തന്നെ അദ്ദേഹത്തിൻ്റെ PA ലേഡിയെ വിളിച്ചു പറഞ്ഞു. അവർ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറെ വിളിച്ചു പറഞ്ഞു. ആ ഡ്രൈവറും അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സിൽ പോയി നോക്കിയപ്പം അവിടെ തൂങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടത് എന്നാണ് അദ്ദേഹത്തിൻ്റെ മൊഴി. എന്തായാലും വളരെ വിവാദമായിരുന്നു അവരുടെയൊക്കെ മൊഴികൾ. അത് തന്നെയല്ല, ഇതിനകത്ത് കളിച്ചത് മുഴുവൻ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ് PP ദിവ്യ എന്ന സ്ത്രീയാണ്. നവീൻ ബാബുവിൻ്റെ സെൻറ്റ് ഓഫിൻ്റെ സമയം അവരെ ക്ഷണിക്കാതെ അവരവിടെ കയറി വന്നു. അദ്ദേഹത്തിനെ അവഹേളിച്ച് സംസാരിച്ചു. അദ്ദേഹം കൈക്കൂലിക്കാരനാണ് എന്നൊരു ധ്വനി കൊടുത്തു. ആ വേദന കൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയ കഥ. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിലും ആത്മഹത്യയുടെ സിംറ്റംസ് ഒന്നും ഫോറൻസിക് സയൻസിലെ കാര്യങ്ങളൊന്നും ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇല്ല എന്നാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യയും അവരുടെ വീട്ടുകാരും പറയുന്നത്. അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞപ്പം അതിൻ്റെ ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പം വീട്ടുകാരുടെ സാന്നിധ്യമില്ല. പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയപ്പം പോസ്റ്റ്മോർട്ടം സ്ഥലത്ത് ഇവരുടെ സാന്നിധ്യമില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മരണം ദുരൂഹമാണ്, അതൊരു കൊലപാതകമാണ്, അത് മറച്ചു വെക്കാനാണ് ഈ രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചതെന്നായിരുന്നു ആക്ഷേപം. ഇന്നും ആക്ഷേപം നിലനിൽക്കുന്നു. അവിടെ ഒരു SHO, കണ്ണൂരിൽ SHO മാത്രമാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു സൂയിസൈഡാണ്. അതിനകത്ത് പല കാര്യങ്ങളും ഒരു സൂയിസൈഡിൻ്റെ സിംറ്റംസ് കാണിക്കാതെയും പോയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിൽ അത് കണ്ടില്ല. അദ്ദേഹത്തിൻ്റെ മരണം സംശയാസ്പദപരമാണ്. ഏതായാലും പൊതുജന പ്രക്ഷോഭണം വന്നു. പോലീസ് ഏതായാലും അബറ്റ്മെൻറ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ് പ്രേരണ കുറ്റത്തിന് ദിവ്യയെ അറസ്റ്റ് ചെയ്തു. ദിവ്യയെ കുറച്ച് ദിവസം റിമാൻഡിൽ കിടന്നു, ജാമ്യത്തിലിറങ്ങി. വീട്ടുകാരുടെ ആക്ഷേപം അവർ ഹൈക്കോടതി പോയി ഇത് CBIക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. ഏതായാലും CBIക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് വാദിച്ചു. CBIക്ക് കൊടുക്കണമെന്ന് ഇവർ പ്രത്യേക വക്കീലിനെ വെച്ചിട്ട് ഹൈക്കോടതി വാദിച്ചു. അതിൻ്റെ വിധി പറയാൻ കുറേ താമസിച്ചു. 2-3 ആഴ്ചകൾ തന്നെ എടുത്തു. ഹൈക്കോടതി ജഡ്ജി കൗസർ ഇടപ്പഴകത്ത് അദ്ദേഹം ഈ കേസ് ഒരു DIGയുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ടീം ഉണ്ടാക്കി അന്വേഷിക്കാനായിട്ട് ഡയറക്ഷനും കൊടുത്തു. ഹൈക്കോടതിയിൽ CBI അന്വേഷണത്തിനാണ് മഞ്ജുഷ, ADMൻ്റെ ഭാര്യ മഞ്ജുഷ അപേക്ഷ കൊടുത്തത്. അവർ ആ കാര്യത്തിൽ ഒരു തീരുമാനം, വ്യക്തമായ ഒരു തീരുമാനം തങ്ങൾക്ക് അനുകൂലമായി ലഭിക്കാത്തതുകൊണ്ട് അവർ വളരെയധികം സങ്കടത്തോടു കൂടിയാണ് പ്രതികരിക്കുന്നത്. എന്തായാലും അപ്പീൽ പോകും എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് ഒരു സൂയിസൈഡാണോ ഹോമിസൈഡാണോ എന്നുള്ള കാര്യത്തിൽ തർക്കം അന്ന് മുതലുണ്ട്, ഇന്നും നിലനിൽക്കുന്നു. അതിൻ്റെ സത്യസ്ഥിതി കണ്ടുപിടിക്കണമെങ്കിൽ CBI വരണം
എന്നാണ് മഞ്ജുഷയുടെ ആവശ്യം. എങ്കിൽ മാത്രമേ സത്യം പുറത്തേക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ. ഇപ്പോഴത്തെ രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭരണകക്ഷികളും അവരെ പറഞ്ഞാൽ കേൾക്കുന്ന ഉദ്യോഗസ്ഥരും മാത്രമാണ് ഈ കേസ് അന്വേഷിച്ചതെന്നാണ് വ്യാപകമായ ആരോപണം. ഏതായാലും ആരോപണം നിലനിൽക്കെ തന്നെയാണ് അവിടുന്ന് അന്വേഷണം മാറ്റാനുള്ള ശ്രമം മഞ്ജുഷ നടത്തിയത്. അതിൽ പരാജയപ്പെട്ടു. ഹൈക്കോടതി CBIക്ക് കൊടുത്തില്ല. CBIക്ക് കൊടുക്കുന്നതിന് ശക്തമായ എതിർപ്പ് സർക്കാർ പ്രകടിപ്പിച്ചിരുന്നു. ഒരു മരണം ഉണ്ടായാൽ അതിനെന്താണ് ആ വിക്ടീമിൻ്റെ ആൾക്കാർ പറയുന്നതനുസരിച്ച് അന്വേഷണം മാറ്റിക്കൊടുക്കുന്നതിന് എന്താണ് തടസ്സം? ഇവിടെ എന്തോ തടസ്സം നിൽക്കുന്നു. സർക്കാർ അത് CBIക്ക് കൊടുക്കണ്ടെന്ന് കർശനമായി വാദിച്ചു കോടതിയിൽ. എന്തായാലും CBIക്ക് കൊടുക്കാതെ ഒരു DIGയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടത്തണം എന്ന് ഹൈക്കോടതി ജസ്റ്റിസ് കൗസർ ഇടപ്പഴകത്തിൻ്റെ വിധി വന്നു. അങ്ങനെ ആയിക്കോട്ടെ എന്നാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ കരുതുന്നത്. കാരണം ഒരു DIGയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക ടീമുണ്ടാക്കി അതിൻ്റെ അന്വേഷണം നടത്തട്ടെ. നേരത്തെ അന്വേഷിച്ച SHOയോ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ആരും ഇതിനകത്ത് പാടില്ല. കൃത്യമായി പുതിയൊരു ടീമാകട്ടെ, DIGയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കട്ടെ. DIGമാർ ADGPമാരും ഒക്കെ ധാരാളം IPS കിട്ടിയവരുണ്ടെങ്കിലും അവർക്കൊരു വെറ്ററൻ DYSPയുടെയോ വെറ്ററൻ ഒരു SP-യുടെയോ എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണ്. എങ്കിലും സത്യസന്ധമായ രീതിയിൽ അന്വേഷിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഒരു DIGയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കട്ടെ, ഒരു മാസം അവർ അന്വേഷിക്കട്ടെ. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇതിന്. കാരണം ഇത് ഹോമിസൈഡാണോ അതോ സൂയിസൈഡാണോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിയാൽ മതി. അതുകൊണ്ട് ഒരു മാസത്തിനുള്ളിൽ ആ DIG സ്പെഷ്യൽ ടീം അവർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ അത് പറയണം. അതിൻ്റെ ആവശ്യമേ ഈ കേസിനുള്ളൂ. അങ്ങനെ വന്നിട്ട് അതിൽ തൃപ്തിയില്ല, അതിനകത്ത് അവർക്ക് യഥാർത്ഥത്തിലുള്ള കാര്യം എന്താണ് നടന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ വീണ്ടും ഹൈക്കോടതി പോകണമെന്നാണ് ഞാൻ പറയുന്നത്. അവിടെ പോയിട്ട് ഫ്രഷായിട്ടുള്ള കേസ് ഫയൽ ചെയ്ത് CBIക്ക് കൊടുക്കുന്നതിനെപ്പറ്റി. കാരണം മരണപ്പെട്ട ആളുടെ വീട്ടുകാർക്ക് അവരുടെ സംശയം ദൂരീകരിക്കാൻ പറ്റുന്നില്ല. പൊതുജനങ്ങളുടെ സംശയം ദൂരീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ നിൽക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും CBI വരട്ടെ എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം ഇപ്പോഴത്തെ ആ കേസിനകത്ത് ചില സംശയങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ളവർ നേരത്തെ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ചില പാകപ്പിഴകൾ സംഭവിച്ചിരിക്കുന്നു. അദ്ദേഹം പഴയൊരു DYFIക്കാരനാണ്. ആ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൽ എന്തിനാണ് 2 പ്രൊഫസറും അസോസിയേറ്റ് പ്രൊഫസറോ അദ്ദേഹത്തിന് കീഴിലുള്ള ഒരാളെ കൊണ്ട് ഒപ്പിടിച്ചിരിക്കുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒറ്റയാൾ ഒപ്പിടിച്ചാൽ മതിയല്ലോ. അതിന് റിലയബിലിറ്റി ഒരു ഫോറൻസിക് ഡോക്ടർ സത്യസന്ധമായിട്ട് ചെയ്യുള്ളൂ എന്നുള്ള പ്രിസംഷനാണ് നമുക്കെല്ലാവർക്കും. അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും സത്യമേ എഴുതുള്ളൂ എന്നാണ്. അങ്ങനെയുള്ളൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റെയും കൂടെ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒപ്പിടിച്ചത് 2 പേരും പേരെഴുതി സീല് വെച്ച് ഒപ്പിട്ട് പോയിരിക്കുന്നത് എന്തിനാണോ? സാധാരണത്തിൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ. പിന്നെ അങ്ങനെ വെക്കുന്നത് ദുരുദ്ദേശത്തോടെ ആയിരിക്കില്ലേ? അതാണ് സംശയിക്കുന്ന ഒരു കാര്യം. രണ്ടാമത്, അദ്ദേഹം എന്തുകൊണ്ട് വിസറ അത് കെമിക്കൽ എക്സാമിനർ ലാബറട്ടറിയിൽ അയച്ചില്ല? അതും ഒരു പ്രസക്തമായ ചോദ്യമായിരുന്നു. അത് അയച്ചില്ല എന്നുള്ള കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് അത് അയച്ചതായിട്ട് കാണുന്നില്ല. സാധാരണഗതിയിൽ ഏതെങ്കിലും ബോഡി പാർട്സോ എന്തെങ്കിലും പരിശോധനയ്ക്ക് അയക്കുന്നെങ്കിൽ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അയച്ചിട്ടുണ്ട്, ഇത്രാം തീയതി അയച്ചിട്ടുണ്ട് എന്ന് അതിനകത്ത് പറയും. ഇന്ന കാര്യങ്ങളാണ് അയച്ചിരിക്കുന്നതെന്നും പറയും. അതൊന്നും പറഞ്ഞിട്ടില്ല. വിസറ എവിടെ പോയെന്നറിയില്ല. പോസ്റ്റ്മോർട്ടത്തിനകത്ത് കാര്യമായ തെറ്റ് സംഭവിച്ചു എന്നാണ് ഇതിന് മനസ്സിലാകുന്നത്. അതെങ്ങനെയാണ് അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കുന്നത്? 2 ഫോറൻസിക് ഡോക്ടർമാരല്ലേ അതിനകത്തുള്ളത്, പിന്നെ എങ്ങനെയാണ് തെറ്റ് സംഭവിക്കുന്നത്? എന്തായാലും വിസറ ഏതായാലും കെമിക്കൽ എക്സാമിനർ ലാബറട്ടറി പോയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി നമ്മൾ കണ്ടപ്പം തലഭാഗം കഴുത്തിന് മുകളിലോട്ടൊന്നും ഒരു പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഒരു എക്സാമിനേഷനും നടത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ മുടിയൊക്കെ അതേപടി ഇരിപ്പുണ്ട്, മുഖമൊക്കെ അതേപടി ഇരിപ്പുണ്ട്. സാധാരണ തല വെട്ടിക്കീറി അടിച്ച് പൊട്ടിച്ചിട്ടാണ് ബ്രെയിൻ എടുത്ത് പരിശോധിക്കുന്നത്. അത് ഇവിടെ നടന്നിട്ടില്ല. അപ്പോൾ ആ ഭാഗം ഒഴിവായിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ബ്രെയിനിൽ ഏതെങ്കിലും ക്ലോട്ടുണ്ടോ, അത് മരണകാരണമാണോ എന്ന് നമുക്കറിയാൻ പറ്റും. അത് എന്തായാലും ഈ ഫോറൻസിക് റിപ്പോർട്ടിനകത്ത് അത് കാണാനില്ല. അത് തന്നെ ലിവറിൻ്റെ കാര്യം എന്താണ്? വിസറ അയച്ചിട്ടില്ല. സാറ് ലിവറിൻ്റെ കാര്യം പറയണം, അത് പരിശോധിച്ചിട്ടുണ്ടോ അത് പറയണം. അതൊന്നും പറഞ്ഞിട്ടില്ല.
അതുകൊണ്ട് ആ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറെ കാര്യത്തിൽ സംശയമുണ്ട് എന്ന് തന്നെ ഇനിയും ആ സംശയം നിലനിൽക്കുകയാണ്. അതൊരു DIGയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ ടീം അന്വേഷിച്ചിട്ട് ആ സംശയം കാര്യമുള്ളതല്ല എന്ന് പറയട്ടെ, കണ്ടെത്തട്ടെ, നല്ല കാര്യം, അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. പക്ഷേ പൊതുവായി ഈ ഒരു കേസിനകത്ത് ചില പാകപ്പിഴകൾ സംഭവിച്ചിരിക്കുന്നു. ദുരൂഹമായ ചില കാര്യങ്ങൾ ഇന്നും നിലനിൽക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ പോയ ആൾ അവിടുന്ന് എങ്ങനെ ഈ ക്വാർട്ടേഴ്സിൽ വന്നു? ക്വാർട്ടേഴ്സ് പൂട്ടി താക്കോല് ഡ്രൈവറെ ഏൽപ്പിച്ച് അവിടുന്ന് ട്രാൻസ്ഫറായി പോകുന്നയാൾ തൻ്റെ ആ വ്യക്തിപരമായ സാധനങ്ങളെല്ലാം 2 ബാഗിനകത്ത് കയറ്റി അത് പൂട്ടി ആ ക്വാർട്ടേഴ്സിൻ താക്കോല് അതിൻ്റെ കസ്റ്റോഡിയനെ ഗവൺമെൻറ് ക്വാർട്ടേഴ്സിൻ്റെ ഉത്തരവാദിത്തമുള്ള ആളെ ഏൽപ്പിക്കാൻ കൊടുത്തിട്ട് പോയ ആൾ എങ്ങനെയാണ് മുറിയിലിട്ട് വന്നത്? ആരാണ് മുറി തുറന്നത്? വാതിൽ ചവിട്ടി തുറന്നു കിടക്കുകയായിരുന്നു. ഡ്രൈവർ വന്നപ്പോൾ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അദ്ദേഹം തൂങ്ങാനുള്ള പ്ലാസ്റ്റിക് കയർ, ബലം കുറഞ്ഞ ഒരു പ്ലാസ്റ്റിക് കയറിൽ എങ്ങനെ തൂങ്ങും? അങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രശ്നങ്ങളുണ്ടായി. മറ്റൊരു കാര്യം, പോസ്റ്റ്മോർട്ടത്തിലെ പോലീസ് കണ്ട ഒരു ഭാഗം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ കണ്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിൽ ബ്ലഡ് സ്റ്റെയിൻസ് അല്ലെങ്കിൽ ബ്ലഡ് ഒഴുകിയിട്ടുണ്ട്. അത് പോലീസ് ഇൻക്വസ്റ്റി പറയുന്നുണ്ട്, പക്ഷേ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ കണ്ടില്ല. അവിടെ ഒഴുകിയിട്ടുണ്ടെങ്കിൽ എവിടുന്ന് വന്നു എന്ന് പറയണം. ആ തുണി പോലീസ് ഫോറൻസിക് ഡോക്ടറെ കാണിക്കണമായിരുന്നു. ആ ബ്ലീഡിങ് എങ്ങനെയുണ്ടായി അത് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഒമിറ്റ് ചെയ്ത് പോയിരിക്കുന്നതായിട്ട് കണ്ടത്. ഒരു സീരിയസ് ആയ ഒരു പോസ്റ്റ്മോർട്ടം നടന്നില്ല എന്ന് തന്നെ കരുതേണ്ടി വരും. ഏതായാലും ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച് പുതിയ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഒരു റിസൾട്ട് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്നേ പറയാനൊക്കെയുള്ളൂ. കാരണം അത് 1 മാസത്തിൽ കൂടുതൽ അപ്പുറം ഇനി വലിച്ചു കെട്ടേണ്ട ആവശ്യമില്ല. 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ADMൻ്റെ വീട്ടുകാർ വീണ്ടും ഹൈക്കോടതിയിൽ പോകണം. വീണ്ടും CBI അവർ തൃപ്തരല്ല എന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങളെ സംശയം ഉദിച്ച കാര്യങ്ങളിലൊക്കെ ദൂരീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും ഹൈക്കോടതി വീണ്ടും പോകണം. CBI ഈ റിക്വസ്റ്റ് കൊടുക്കണം. അല്ലാതെ ഇനി വേറൊരു ഏജൻസി ഇനി അന്വേഷിക്കാനില്ല കേരളത്തിൽ. കാരണം ക്രൈം ബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെപ്പോലെയുള്ളവരൊക്കെ അത് പറഞ്ഞിരുന്നു. അത് സ്പെഷ്യൽ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അന്വേഷിക്കാനാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ ഒരു ലൈനിലെ അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ തീർച്ചയായിട്ടും ഹൈക്കോടതിയിലെ CBI അന്വേഷണത്തിൽ വീണ്ടും അപേക്ഷ കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്.